നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നിറങ്ങളാണ്. അതിൽ ആദ്യത്തേതായ നിറം മഞ്ഞയാകുന്നു, രണ്ടാമത്തേതായ നിറം പച്ച നിറമാണ്. ഈ 2 നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതായ അസൗഭാഗ്യങ്ങൾ, തടസ്സങ്ങൾ കൂടാതെ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരണം എന്നും ദുരിതങ്ങൾ ഒഴിയണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് 2 നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ മഞ്ഞ നിറമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ അത് സ്വന്തമാക്കുവാൻ സാധിക്കാതെ വിഷമതകൾ അനുഭവിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. മറ്റുള്ളവരെ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില വിഷമതകൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ കർമ്മഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. സ്ഥാനകയറ്റം അല്ലെങ്കിൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികമായ നേട്ടങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ബന്ധുഗുണം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും എന്ന കാര്യവും പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. ഈ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. സുഹൃത്തുക്കളിൽ നിന്നും പലവിധ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സൽചിന്തകളോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെയേറെ നേട്ടങ്ങൾ നിറഞ്ഞതായ കാലമാണ് വന്നു ചേരുക. കൂടാതെ ചെയ്യുന്നതായ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക, സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക, ധനപരമായ സ്ഥിതി അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ലോൺ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബ സൗഖ്യം ജീവിതത്തിൽ വന്നു ചേരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കൂടുതൽ പ്രാധാന്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ധനപരമായ നേട്ടങ്ങളോ ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമാവുക, നേതൃത്വ ഗുണം നിങ്ങളിൽ വർദ്ധിക്കുക, കൂടാതെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ പല കാര്യങ്ങളിലുമുണ്ട് എന്നത് വാസ്തവമാണ്. ആ തടസ്സങ്ങളെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും അനാവശ്യ ചിന്തകളാൽ മനസ്സ് ആഗ്രഹപ്പെടുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അനുകൂലമായി തീരും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ
ഫലങ്ങൾ ഇപ്രകാരമാണ്. കാര്യങ്ങൾ ശുഭകരമായി ഭവിക്കും എങ്കിൽ പോലും പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായ സമയം തന്നെയാകുന്നു. ചില തടസ്സങ്ങൾ, പ്രധാനമായും വായ്പയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അല്ലെങ്കിൽ മറ്റ് തൊഴിൽപരമായ തടസ്സങ്ങൾ തുടക്കത്തിൽ വന്നു ചേരും എങ്കിൽ പോലും അത് പിന്നീട് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹങ്ങൾ പലതും നടക്കില്ല എങ്കിൽ പോലും അത് പിന്നീട് കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. തുടക്കത്തിൽ തിരിച്ചടികൾ വന്നു ചേരും എങ്കിൽ പോലും ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ നല്ലത് മാത്രം ആഗ്രഹിച്ച് ചെയ്യുകയും അത് പിന്നീട് ദോഷമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപവാദം കേൾക്കുന്ന വിധം മാറുവാനുള്ള സാധ്യതകളുണ്ട്. ഏതൊരു കാര്യമാണ് എങ്കിലും 2 വട്ടം ചിന്തിക്കാതെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. തുടക്കത്തിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യങ്ങളാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക. വരുമാനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രധാനമായും ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. നേരായ വഴിയിലൂടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സാമ്പത്തികമായ നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അല്പസമയങ്ങൾക്ക് ശേഷം അഭീഷ്ട നേട്ടം പോലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ വരാം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം. ചിന്തിച്ച് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം പോസിറ്റീവായ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ പ്രയാസപ്പെടും എങ്കിൽ പോലും അതിൽ നിങ്ങൾ വിജയം കാണും. പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഗുണകരമായ മാറ്റങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വരാം. ആഗ്രഹ സാഫല്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്പം സഹായങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും അനുകൂലമായ കാര്യങ്ങൾ, പിന്തുണ പല കാര്യങ്ങളിലും ആർജിച്ചെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും നടക്കില്ല എന്ന ചിന്ത മനസ്സിലേക്ക് വന്നു ചേരാം. എന്നാൽ പിന്നീട് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ ആ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അതിനാൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുകയാണ് എങ്കിൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.